കാൽപന്തിന്റെ ഗഗനനീലിമയിൽ 5 തവണ കിരീടം ചൂടിയവരാണ് കാനറിപ്പട. 1952-ലും 1956-ലും 1958-ലും 1962-ലും 2002-ലും, അതായത് 900-ന്റെ അവസാന കാലഘട്ടത്തും 2000-ന്റെ തുടക്ക കാലഘട്ടത്തും ഒരു മികച്ച വിജയം കരസ്ഥമാക്കി ലോക ചാമ്പ്യന്മാരായ ടീം തന്നെയാണ് കാനറിപ്പടയാളികൾ. ഫുട്ബോൾ ലോകത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള ബ്രസീൽ ഇത്തവണ വേൾഡ് കപ്പിന് ഒരുങ്ങുന്നത് അതീവ പ്രതീക്ഷയോട് തന്നെയാണ്. സാക്ഷാൽ അൻസെലോട്ടിയുടെ കീഴിൽ 6ാമത്തെ കിരീടവും പ്രതീക്ഷ വെച്ചിട്ടാണ് ബ്രസീലിന്റെ ടീം ഇത്തവണ അമേരിക്കൻ മണ്ണിലേക്ക് കാലുകുത്താനായിട്ട് പോകുന്നത്. അറിയാലോ, കാർലോയാണ്. ഇതുപോലെയുള്ള ഒരു ടീം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ മിറാക്കിൾ പോലത്തെ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ തന്ത്രത്തിൽ നിന്നും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ റിയൽ മാഡ്രിഡിൽ കണ്ടതുമാണ്. പിന്നെ ബ്രസീലിന്റെ മുഴുവൻ പ്രതീക്ഷ എന്തുന്നത് അവരുടെ സുൽത്താന്റെ മടങ്ങിവരവ് തന്നെയാണ്. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്ന ലോക ഫുട്ബോളിന്റെ സുൽത്താൻ ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് മടങ്ങി വന്നതോടുകൂടി ബ്രസീലിയൻ ആരാധകർക്ക്, കാനറി പടയാളികൾക്ക് ഒരു കൂട്ടം പ്രതീക്ഷകൾ ഈ ഒരു 6ാം വേൾഡ് കപ്പിന്റെ ചാമ്പ്യൻഷിപ്പിലേക്ക് അവർക്ക് നീട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ടീമിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഗോൾ കീപ്പിംഗ് നിരയിലേക്ക് വരാം. ബ്രസീലിന്റെ ആദ്യത്തെ ഓപ്ഷൻ അലിസൺ ബക്കർ തന്നെയായിരിക്കും. രണ്ടാമതായി പുറകിലുള്ളത് എഡേഴ്സൺ ആണ്. മൂന്നാമതായി വെവർട്ടനും. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ ഒരു ക്ലീൻ ഷീറ്റും 24 സേവ്സും അതുപോലെ 5 മാച്ച് വിന്നും 5 ലോസുമായിട്ടാണ് അലിസൺ ബക്കർ ഈ ഒരു സീസൺ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞാൽ അലിസൺ ബക്കറിനേക്കാൾ മറ്റൊരു മികച്ച ഗോൾ കീപ്പർ ബ്രസീലിയൻ ടീമിലില്ല എന്നുള്ളതാണ്. എന്നാൽ എഡേഴ്സന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫെനർബച്ചെ തുർക്കിഷ് ലീഗിലേക്ക് തള്ളപ്പെട്ടെങ്കിലും ഇത്തവണ EPL-ലോ അതല്ലെങ്കിൽ ലാലീഗയിലോ പോലെയുള്ള വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ എഡേഴ്സന് സാധ്യമായിട്ടില്ല. കാരണം ചില മോശം പ്രകടനമാണ്. പക്ഷേ അലിസനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് തന്നെയാണ് എഡേഴ്സനും ഉള്ളത്. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്നും 4 ക്ലീൻ ഷീറ്റുകളുണ്ട്, 64-ലധികം സേവുകളുണ്ട്, അതുപോലെ തന്നെ 7ഓളം വിന്നുകളുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ ഗോൾ കീപ്പിംഗ് നിര തന്നെ ബ്രസീലിന് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു താരം വെവർട്ടൺ കൂടെയാണ്. ഒരുപക്ഷെ ആ പേര് കേൾക്കുമ്പോൾ ബ്രസീലിയൻ ആരാധകർക്ക് ആ മഞ്ഞ ജേഴ്സിയിൽ അയാൾ ആ ഗോൾ വല കാക്കുന്നത് പ്രതീക്ഷ തന്നെയാണ്. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് വരാം. ബ്രസീലിയൻ ആരാധകരുടെ ഡിഫൻസിലാണ് ആശങ്ക വന്നിരിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് റോളിൽ ഇക്കാലം അത്രയും പ്രതിഭാസമ്പന്നരായിരുന്ന ഒരു ടീം തന്നെയായിരുന്നു സാക്ഷാൽ ബ്രസീൽ എന്ന് പറയുന്നത്. എന്നാൽ 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കുറച്ചധികം ആരാധകരുടെ മുഖം ചൊളിപ്പിക്കുന്ന രീതിയിലാണ് അൻസെലോട്ടി സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 9 താരങ്ങളെയാണ് അൻസെലോട്ടി ഡിഫൻസ് നിരയിലേക്ക് ഭദ്രമാക്കിയിട്ടുള്ളത്. അതിൽ 4 ഫുൾ ബാക്കുകളും 5 സെന്റർ ബാക്കുകളും അടങ്ങുന്ന 9 ഡിഫൻസ് നിര. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് പോകുമ്പോൾ അലക്സാൻഡ്രയും ഡഗ്ലസ് സാന്റോസുമാണ് ആ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. പേരുകൾ കേൾക്കുമ്പോഴും അതല്ലെങ്കിൽ വിക്കിപീഡിയ ചികഞ്ഞന്വേഷിക്കുമ്പോഴും ഇരുവരുടെയും പ്രായം 34-ന് മുകളിലാണ് എന്നുള്ളതാണ്. അലക്സാൻഡ്രോയിലേക്ക് വരാം. ഫ്ലമംഗോയുടെ താരമാണ്. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്നും ഒറ്റ ഗോളും താരത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. ചില മത്സരങ്ങൾ വിലക്ക് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അൻസെലോട്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ ഒരു ചോദ്യചിഹ്നം മാത്രമായി അവശേഷിക്കുകയാണ്. അയാളുടെ പഴയകാല ബ്രസീലിയൻ ടീമിലെ പ്രകടനമായേക്കാം അതിലേക്ക് അൻസെലോട്ടിയെ കൊണ്ടെത്തിച്ചത് എന്നുള്ളൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഡഗ്ലസ് സാന്റോസിലേക്ക് വരാം. 32-കാരനായ ഡഗ്ലസ് സാന്റോസ് ബ്രസീലിന് വേണ്ടി പന്ത് തട്ടാൻ വരുന്നത് റഷ്യൻ ലീഗിൽ നിന്നാണെന്ന് ഓർക്കണം. അതായത് ലോക ഫുട്ബോളിൽ വലിയ രീതിക്ക് എടുത്തു പറയാൻ പറ്റാത്ത ലീഗ് തന്നെയാണ് റഷ്യൻ ലീഗ് എന്ന് പറയുന്നത്. ഈ 34-കാരൻ പന്ത് തട്ടാൻ ഒരുങ്ങി നിൽക്കുന്നത് ബ്രസീലിയൻ സ്ക്വാഡിൽ ഒരു 2ാം ഓപ്ഷനായ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ടായിരിക്കും. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരാം. റൈറ്റ് ബാക്കിലാണ് ബ്രസീലിന്റെ ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞാടുന്നത്. ഡാനിലോയും സെക്കൻഡ് ഓപ്ഷനായിട്ട് വെസ്ലിയുമാണ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. 34-കാരനായ ഡാനിലോയിൽ ബ്രസീലിന് പ്രതീക്ഷയാണ്. ഫ്ലമംഗോയിൽ അദ്ദേഹം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടെയാണ്. ഇന്റർനാഷണൽ ജേഴ്സിയിൽ അരങ്ങേറി കഴിഞ്ഞാൽ പിന്നെ തന്റെ ബൂട്ടുകൾ ചലിക്കുന്നത് വളരെ ആർജവത്തിലാണ്. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെസ്ലിയാണ്. ഞാൻ കൂടുതൽ വർണ്ണിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ബ്രസീൽ ആരാധകർക്ക് വെസ്ലി ആരാണ്, എന്താണ് എന്നുള്ള ശൈലിയെല്ലാം കണ്ടറിഞ്ഞത് തന്നെയാണ്. ഈയിടെയായിട്ട് നടന്നിട്ടുള്ള പല ബ്രസീലിയൻ ജേഴ്സിയിലെ മത്സരങ്ങളിലും അയാൾ വെട്ടിത്തിളങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. പരിക്കൊന്നുമില്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന താരമായി വെസ്ലി ഈ സീസണിൽ മാറാൻ സാധ്യതയുണ്ട്. ഇനി സെന്റർ ബാക്കുകളിലേക്ക് വരാം. ഗബ്രിയലും മാർക്കിന്യൂസും ബ്രമറുമാണ് ബ്രസീലിന്റെ സെന്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത്തവണത്തെ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച സെന്റർ ബാക്ക് കൈകാര്യം ചെയ്യാൻ പോകുന്ന കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബ്രസീലിന്റെ ഡിഫൻസ് നിരയായിരിക്കും എന്നുള്ളതാണ്. കാരണം PSG-ക്ക് വേണ്ടി ഫൈനലിലെത്തിയ മാർക്കിന്യൂസും ആർസണലിന് വേണ്ടി UCL ഫൈനലിൽ പന്ത് തട്ടിയ ഗബ്രിയലും ആ നിരയിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തന്നെ ബ്രസീലിന് പേടിക്കാണ്ടതില്ല.
ബ്രമർ അതിനേക്കാൾ ടോപ്പായിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ്. ഇവർ 3 പേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ബ്രസീലിന്റെ സെന്റർ ബാക്ക് പൊസിഷൻ ഭദ്രമാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷനായിട്ട് കാർലോ അൻസലോട്ടി ഇടാനായിട്ട് പോകുന്നത് ഗബ്രിയേലിനെയും മാർക്കിന്യോസിനെയും ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇരുവരും UCL ഫൈനൽ പോരാട്ടത്തിലേക്ക് തിരഞ്ഞെടുത്തവരാണ്. UCL ഫൈനൽ പോരാട്ടം ആടിത്തിമിർത്തവരുമാണ്. ഇനി മധ്യനിരയിലേക്ക് വരാം. ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിരയാണ്. ബ്രസീലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ലക്കി അടിച്ചതാണ്. കാരണം ക്ലബ്ബോത്തര തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിരയാണ് ബ്രസീലിനായിട്ട് കാത്തിരിക്കുന്നത്. ഒന്ന്, അവരുടെ എക്കാലത്തെയും മികച്ച പ്ലേയേഴ്സിൽ ഒരാളായി മാറിയ ദ ടാങ്ക് എന്ന് വിളിപ്പേര് കളിപ്പിച്ച കാസിമിറോയാണ്. മറ്റൊന്ന് ബ്രൂണോ ഗെമറസ് ആണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും, ന്യൂകാസ്റ്റലിന്റെ ക്യാപ്റ്റൻ കൂടെയാണ്. വർഷങ്ങൾക്ക് ശേഷം ന്യൂകാസ്റ്റൽ ആ കിരീടം ചൂടുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അതിന്റെ കപ്പിത്താനായി മാറിയത് അദ്ദേഹമായിരുന്നു. മൂന്നാമത്തെ ഒരു താരം എന്ന് പറയുന്നത് ഡാനിലോ സാന്റോസ് ആണ്. വീണ്ടും ബ്രസീലിന് ഓപ്ഷനുണ്ട് ഫെബിഞ്ഞോ എന്ന് പറയുന്ന കളിക്കാരനും. ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ ബ്രസീലിന് പക്വതയാർന്ന ഇന്റർനാഷണൽ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അതല്ലെങ്കിൽ പരിചയസമ്പന്നമായിട്ടുള്ള കളിക്കാരുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എതിരാളികൾ പേടിക്കേണ്ടത് ബ്രസീലിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിരയെ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനി അറ്റാക്കിംഗ് നിരയിലേക്ക് വരാം. ബ്രസീലിന്റെ അറ്റാക്കിംഗ് നിര എടുത്തു പറയുമ്പോൾ ആദ്യമായിട്ട് മെയിൻ അറ്റാക്കിംഗ് നിരയെ തന്നെ തുടങ്ങിയേക്കാം. ഒന്നാമത്തെ കളിക്കാരൻ സാക്ഷാൽ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ ആണ്. നെയ്മറിന്റെ പരിക്ക് ഭേദമായിട്ടുള്ള തിരിച്ചുവരവ് ബ്രസീൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ചില പരിശീലന തന്ത്രങ്ങളിലോ നെയ്മറിന് വീണ്ടും പരിക്കിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഈ ഒരു സീസൺ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്നാലും ബ്രസീലിന്റെ രണ്ടാം ഓപ്ഷൻ എന്ന് പറയുന്നത് ലുക്കസ് പെക്കറ്റയാണ്. രണ്ടാം ഓപ്ഷനിലേക്ക് പിന്തള്ളാനുള്ള പേരല്ല ലുക്കസ് പെക്കറ്റ എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ബ്രസീലിൽ നെയ്മർ ഉണ്ടാകുമ്പോൾ പക്കറ്റോയുടെ സ്ഥാനം രണ്ടാം സ്ഥാനം വായിക്കാൻ സാധ്യതയുണ്ട്. വിങ്ങുകളിലേക്ക് പോകുമ്പോൾ ഒരു വിങ്ങിൽ മാർട്ടിനെല്ലിയും വിനീഷ്യസ് ജൂനിയറുമാണ്. മറ്റൊരു വിങ്ങിൽ ആരെയും എതിർത്തുകൊണ്ട് ബേഡ്ജിന് വേണ്ടി പോരാട്ടം മുറിക്കാൻ കൽപ്പിക ശേഷിയുള്ള ക്യാമ്പിനെവിന്റെ വജ്രായുധമായ റഫീഞ്ഞയാണുള്ളത്. റഫീഞ്ഞയ്ക്ക് താഴെ ലൂയിസ് എസ്റ്റേക്കും അതുപോലെ റയാൻ എന്ന 19-കാരനുണ്ട്. ബ്രസീൽ ഇത്തവണ ഒരുങ്ങി തയ്യാറായിട്ട് തന്നെയാണ് വേൾഡ് കപ്പിന് ഇറങ്ങുന്നത്. കാരണം 2 വിങ്ങുകളിലും ഇത്രമേൽ മൂർച്ചയേറിയിട്ട് ഫാസ്റ്റുള്ള കളിക്കാരായ റഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും അടങ്ങുമ്പോൾ കാർലോ അൻസലോട്ടിക്ക് തന്റെ തന്ത്രങ്ങൾ ഒരിക്കൽ കൂടെ എളുപ്പമാവുകയാണ്. ഇതുപോലെയുള്ള ടീമുകളെ വെച്ചിട്ട് പലതവണ അദ്ദേഹം കിരീടം നേടിയതുമാണ്. ബ്രസീലിന് പ്രതീക്ഷകൾ നൽകുന്നത് കാർലോയുടെ തന്ത്രത്തിൽ തന്നെയാണ്. ഇനി സെൻട്രൽ ഫോർവേഡിലേക്ക് വരാം. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ 6 ഗോളുകളും 11 അസിസ്റ്റും കൊടുത്ത ചെകുത്താൻ കോട്ടയിൽ നിന്നും ഒരു മനുഷ്യൻ അങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നുണ്ട്. 26 വയസ്സ് മാത്രം പ്രായമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 10ാം നമ്പർ കളിക്കാരനായ മത്തിയാസ് കുഞ്ഞ. മത്തിയാസ് കുഞ്ഞക്കൊപ്പം ആ ഒരു സെൻട്രൽ ഫോർവേഡ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് മറ്റൊരു 19ാം നമ്പർ കളിക്കാരനാണ്. ഒരു കാലത്ത് ബ്രസീലിയൻ ആരാധകർ വാനോളം ഉയർത്തിപ്പിടിച്ച് അവസാനം റിയൽ മാഡ്രിഡിൽ ചാൻസ് എത്താതെ വരുമ്പോൾ ഫ്രഞ്ച് ലീഗിലേക്ക് പോയി അവിടെ മിന്നുന്ന പ്രകടനത്തിൽ നിൽക്കുന്ന എൻട്രിക്കാണത്. കഴിഞ്ഞ 18 മത്സരങ്ങളിൽ നിന്നും 5 ഗോളുകളും 7 അസിസ്റ്റുകളും നൽകി എൻട്രിക്കും തിളങ്ങി നിൽക്കുന്ന ഒരു അവസരം തന്നെയാണ്. വളരെ മികച്ച രീതിയിലുള്ള ഒരു സ്ക്വാഡാണ് ഇന്ന് ബ്രസീലിനുള്ളത്. ഇനി മത്തിയാസ് കുഞ്ഞക്കും എൻട്രിക്കും ശേഷം മറ്റാരി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ബെൻഫ്രോഡിന്റെ 26ാം നമ്പർ കളിക്കാരനായി 38 ഗോളുകളോടുകൂടി ഈ സീസണിൽ തിളങ്ങി നിൽക്കുന്ന ഇഗോർ തിയാഗോ. ഇവരെല്ലാം ഇണക്കി ചേർത്തുകൊണ്ട് കാർലോ അൻസലോട്ടി തന്റെ തന്ത്രങ്ങൾ മെനിയാനായിട്ട് USA-യുടെയും കാനഡയുടെയും മെക്സിക്കോയുടെയും മണ്ണിലേക്ക് വരുമ്പോൾ ബ്രസീലിന് നിറയെ പ്രതീക്ഷകളാണ് ഈ വേൾഡ് കപ്പിൽ നൽകുന്നത്. എങ്ങനെ വന്നാലും ആരാധകർ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു വിജയവും ഒരു വേൾഡ് കപ്പുമാണ് ബ്രസീലിയൻ ആരാധകരുടെ മുമ്പിലേക്ക് എത്താനായിട്ട് പോകുന്നത്. കാർലോയുടെ മികച്ച തന്ത്രങ്ങളിലൊന്ന് ഈ യുവതാരങ്ങൾ തന്നെയായിരിക്കും. മറ്റൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറയുന്നത് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ ആണ്. അയാൾ പന്ത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രസീലിയൻ ആരാധകർക്ക് പ്രതീക്ഷയാണ്. അയാളുടെ ഡ്രിബിളിങ്ങിന് മുമ്പിൽ എതിരാളികൾ വിറക്കുമെന്നുള്ളത് ബ്രസീലിയൻ ആരാധകർക്ക് ഉറപ്പാണ്. അയാളുടെ പ്രഷറിന് മുമ്പിൽ എതിർ ഡിഫൻസ് പിളരുമെന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. വളരെ വലിയ തന്ത്രങ്ങളോടുകൂടി 6ാമത്തെ വേൾഡ് കപ്പിന് ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുന്ന കാർലോ അൻസലോട്ടിയുടെ ടീമിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വേൾഡ് കപ്പിൽ നിന്നും മാഞ്ഞുപോയ ബ്രസീലിയൻ മുഖങ്ങളുണ്ട്. ഉറിയാഗോയും റിച്ചാലിസനും ജീസസും അടങ്ങുന്ന ഒരുപാട് മുഖങ്ങൾ കണ്ടാൽ തന്നെ ബ്രസീലിയൻ ആരാധകർക്ക് സങ്കടം വരുന്നതാണ്. പക്ഷേ പരിക്കിനും ഫോം ഔട്ടിനും വില നൽകാതെയാണ് ഇത്തവണ ബ്രസീലിയൻ സ്ക്വാഡ് കാർലോ അൻസലോട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഫുട്ബോൾ കോർട്ട് സൈനിങ് ഓഫ്.